السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد. നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ദർസുകളിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദാബത്തു സാദിസ്, ആറാമത്തെ അടിത്തറ, മക്രൂഹാത്തുസ് സലാഹ്, നിസ്കാരത്തിൽ വെറുക്കപ്പെട്ട മക്രൂഹായ കാര്യങ്ങൾ. 19 മക്രൂഹൻ, 19 മക്രൂഹായ കാര്യങ്ങളുണ്ട്. 19 എന്ന് പറയുമ്പോൾ 19 മാത്രമേ ഉള്ളൂ എന്നല്ല, മറിച്ച് 19 കാര്യങ്ങൾ, മറിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയ 19 കാര്യങ്ങളുണ്ട്. ഇത് മക്രൂഹ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ വിധിവിലക്കുകൾ 5ആണ്: വാജിബ്, സുന്നത്ത്, ഹറാം, മക്രൂഹ്, മുബാഹ്. അപ്പോൾ അള്ളാഹു ഒന്നല്ലെങ്കിൽ നമ്മളോട് ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യണമെന്ന് കൽപ്പിച്ചത് 2 രൂപത്തിലാണ്: ഒന്നല്ലെങ്കിൽ വാജിബ്, നിർബന്ധമായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ സുന്നത്ത്, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു താക്കീത് നൽകിയിട്ടില്ല. അപ്പോൾ കൽപ്പനകൾ അങ്ങനെയാണ്, 2 രൂപത്തിലാണ്. വിലക്കുകൾ 2 രൂപത്തിലാണ്: ഹറാം, മക്രൂഹ്. ഹറാം ചെയ്യാനേ പാടില്ല, ചെയ്താൽ ശിക്ഷയുണ്ട്. മക്രൂഹോ, ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് ഉദ്ദേശപൂർവ്വം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ചെയ്താൽ നിങ്ങൾക്ക് തെറ്റില്ല, ശിക്ഷയില്ല, പക്ഷേ നിങ്ങളുടെ പ്രതിഫലം കുറയാനും മറ്റൊരു കാരണം. ഇതിനാണ് മക്രൂഹ് എന്ന് പറയും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള കാര്യമാണ് മുബാഹ്. കൽപ്പിച്ചിട്ടുമില്ല, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുമില്ല, അതിനാണ് മുബാഹ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരു പ്രത്യേകതരം ഭക്ഷണം കഴിക്കും, ചായ കുടിക്കുന്നു എന്ന് വിചാരിക്കാം. ചായ കുടിക്കണമെന്നും പറഞ്ഞിട്ടില്ല, കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനാണ് മുബാഹ് എന്ന് പറയുക. നിസ്കാരത്തിലെ മക്രൂഹുകൾ 19 കാര്യങ്ങൾ. മക്രൂഹ് പറയുന്നതിന് മുൻപ് ഈ 5 വിധിവിലക്കുകൾക്കും പൊതുവെ പറയാറുള്ള ചില നിയമങ്ങളുണ്ട്. ഒന്ന്, ലാ വാജിബ മഅൽ അജ്സി, നിർബന്ധമായ, അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച വാജിബായ കാര്യങ്ങൾ, ഇതിൽ ഒരു വാജിബ് പോലും ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ ചെയ്യേണ്ടതില്ല. ഒരു വാജിബില്ല, ചെയ്യാൻ സാധിക്കില്ല, അത് വാജിബല്ല. ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ, നിനക്ക് ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭത്തിൽ ഒരു വാജിബില്ല. ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ വാജിബാവുകയില്ല. ഫത്തഖുല്ലാഹ മുസ്തതാഅതും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹ. അള്ളാഹു ഒരിക്കലും സാധ്യമാകാത്തത് കൽപ്പിക്കുകയില്ല. അപ്പോൾ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കണമെന്ന് കൽപ്പനയുണ്ട്, നിൽക്കാൻ പറ്റില്ലെങ്കിലോ? നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിൽക്കൽ അയാൾക്ക് വാജിബല്ല. ഇരുന്ന് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പറ്റില്ലെങ്കിൽ അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിലോ? ഇരുന്ന് നിസ്കരിക്കാൻ അയാൾക്ക് വാജിബല്ല. ലാ വാജിബ മഅൽ അജ്സ്, അസാധ്യമാകുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം വാജിബാവുകയില്ല. സാധിക്കില്ലേ, വാജിബല്ല. സക്കാത്ത്, പൈസ ഇല്ല, കൊടുക്കാനില്ല, ഖലാസ്, അവൻ്റെ നിസാബെത്തിയിട്ടില്ലെങ്കിൽ അവന് കൊടുക്കേണ്ടതില്ല. നോമ്പ് നോൽക്കുന്നു, ഒരാൾക്ക് നോമ്പ് നോക്കാൻ സാധിക്കില്ലെങ്കിലോ? നോമ്പ് നോൽക്കാൻ അയാളുടെ മേൽ നിർബന്ധമില്ല, സാധിക്കാത്ത ആളാണെങ്കിൽ. അപ്പോൾ വാജിബിൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഹറാമോ നേരെ തിരിച്ചാണ്. ലാ മുഹറമ ദറൂറ, അല്ലെങ്കിൽ ലാ മഹ്ദൂറ. ഒരു കാര്യം അനിവാര്യമായി കഴിഞ്ഞാൽ, നിൻ്റെ ജീവൻ നിലനിർത്താൻ, നിൻ്റെ മുന്നോട്ടുള്ള ജീവിതം നിലനിർത്താൻ നിനക്ക് അനിവാര്യമായും അത് പറ്റിയേ അത് കിട്ടിയേ തീരൂ എങ്കിൽ ലാ മുഹറം. അനിവാര്യ സാഹചര്യത്തിൽ ഒരു കാര്യം ഹറാം എന്ന വിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഉദാഹരണത്തിന് ഒരാൾ മരിക്കാൻ പോകുന്നത്, പലരും പറഞ്ഞു കേട്ട എപ്പോഴും കേൾക്കുന്ന ഉദാഹരണമാണ്. മരിക്കാൻ പോവാണ്, മുന്നിൽ പന്നിമാംസമേ ഉള്ളൂ, ഇത് കഴിച്ചിട്ടില്ലേ അവൻ മരിക്കും എങ്കിൽ ആ സന്ദർഭത്തിൽ അവൻ്റെ കഠിനമായ വിശപ്പ് ശമിപ്പിക്കുന്ന, ജീവൻ നിലനിർത്താൻ മതിയായ രൂപത്തിൽ പന്നിമാംസം കഴിക്കുക എന്നുള്ളത് ഇതല്ല, ഹറാമല്ല. അപ്പോൾ വാജിബ് സാധ്യമല്ലെങ്കിൽ വാജിബാവില്ല. ഹറാമോ അനിവാര്യ സാഹചര്യത്തിൽ അത് ഹറാമാവുകയില്ല. ഇതേപോലെ തന്നെ കറാഹത്തായ കാര്യങ്ങൾ, ലാ കറാഹത്ത മഅൽ ഹാജ, ആവശ്യം വേണ്ടി വന്നാൽ കറാഹത്ത് ഇല്ല. കറാഹത്തായ കാര്യങ്ങൾ, ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, നമുക്കൊരു മസ്ലഹത്തുണ്ട് എങ്കിൽ, നമുക്കൊരു ഉപകാരപ്രദമായ ഒരു കാര്യം അതുകൊണ്ട് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ കറാഹത്ത് ആവുകയില്ല. പിന്നെ പറയുന്ന കറാഹത്തുകൾ പലതും ഇങ്ങനെയാണ്. നമുക്കതൊരു ആവശ്യത്തിന് ചെയ്യേണ്ടി വന്നാൽ നിസ്കാരത്തിലാണെങ്കിലും ഈ കറാഹത്തുകൾ ചെയ്യാൻ അനുവാദമുണ്ട്. അങ്ങനെ കറാഹത്ത് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശങ്ങളും ഏതൊക്കെയാണ് കറാഹത്തുകൾ? ഒന്ന്, തർക്കു സുന്നത്തിന് അംദൻ. നിസ്കാരത്തിൽ നമ്മൾ സുന്നത്തായി പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിൽ സുന്നത്തായി ചൊല്ലേണ്ടത്, സുന്നത്തായി ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു സുന്നത്ത് ബോധപൂർവം ഉപേക്ഷിക്കുക എന്നത്
കറാഹത്താണ്, നിസ്കരിക്കാൻ. അപ്പോൾ നിനക്ക് സുന്നത്താണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യം സലാത്തുൽ ഇസ്തിഫ്താഹ്, ദുആ ഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന സുന്നത്താന്ന് നിനക്കറിയാം, നിനക്ക് ചൊല്ലണമെന്ന് ഓർമ്മയുണ്ട്. എന്നിട്ട് നീ ബോധപൂർവം പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ അത് ഉപേക്ഷിച്ചാൽ അത് മക്രൂഹാണ്. എന്നാൽ എനിക്കൊരു കാരണം ഉണ്ടെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഇത് മക്രൂഹാവില്ല. ഉദാഹരണം, എനിക്ക് തിരക്കുണ്ട്, വണ്ടി പോകാൻ നിൽക്കാൻ, സ്വലാത്തുൽ ഇസ്തിഫ്താഹ് ഉപേക്ഷിക്കുന്നതിൽ കറാഹത്തില്ല. അപ്പോൾ തർക്കു സുന്നത്തിന് അംദൻ, ബോധപൂർവം സുന്നത്ത് ഉപേക്ഷിക്കുന്നത് മക്രൂഹാണ്. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം അൽ ഇൽത്തിഫാത്തു ബിലാ ഹാജത്തിൻ, ആവശ്യമില്ലാതെ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാന്നുള്ളത്. നോക്കൂ, ഇവിടെ പറഞ്ഞത് എന്താ? ആവശ്യമില്ലാതെ നോക്കുന്നത്, ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് നിസ്കാരത്തിൽ മക്രൂഹാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, വഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താനു മിൻ സലാത്തിൽ അബ്ദ്, ഒരാളുടെ നിസ്കാരത്തിൽ നിന്ന് പിശാച് കട്ടെടുക്കുന്നതാണ്, പിശാച് മോഷ്ടിച്ചെടുക്കുന്ന ഭാഗമാണ് നിസ്കാരത്തിൽ അങ്ങോട്ടും കൊണ്ട് നോക്കുക എന്നുള്ളത്. നിസ്കാരത്തിൽ അങ്ങോട്ടും കൊണ്ട് നോക്കുക എന്ന് ഒന്നിൽ ഇങ്ങനെ നോക്കുക, നിസ്കാരത്തിൽ ഒരാൾ ഇങ്ങനെ നിസ്കരിക്കാം, ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക, ഇതൊക്കെ ഇൽത്തിഫാത്താണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ അനുവദനീയമാണ്, ആവശ്യമില്ല നിസ്കാരം ബാത്തിലാവില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എപ്പോഴല്ലാതെ ഒരാൾ നേരെ ഖിബ്ലക്ക് നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞാലോ, ഇങ്ങനെ നോക്കിയാലോ, അതൊരു നിസ്കാരം ബാത്തിലാവും. ഖിബ്ലക്ക് നേരെ ഓപ്പോസിറ്റ് തിരിയാൻ പാടില്ല. അതല്ലാതെ അയാൾ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ ആവശ്യത്തിനാണെങ്കിൽ അത് കറാഹത്തല്ല, ആവശ്യത്തിനല്ലെങ്കിലോ അത് കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താനു മിൻ സലാത്തിൽ അബ്ദ്, ഇങ്ങനെ തിരിയാൻ അനുവാദമുണ്ട് എന്നതിന് തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുന്ന് സുബ്ഹ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി. ഫജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഹുവ യൽതഫിതു ഇല ശിഅബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ കൈകെട്ടിയതിന് ശേഷം അവിടുന്ന് താഴ്വാരത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക്. കാരണം എന്തായിരുന്നു? അവിടുന്ന് ഒരു യുദ്ധസംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിരുന്നു. അപ്പോൾ അവർ തിരിച്ചു വരുന്നത് വൈകിയതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗത്തേക്ക് അവിടുന്ന് നോക്കിയിരുന്നു എന്ന് ഹദീസിൽ കാണാം. ആവശ്യമുണ്ടെങ്കിൽ നോക്കാം എന്നതിന് ഈ ഹദീസ് എന്താണ്? തെളിവാണ്. മൂന്നാമത്തെ കാര്യം ഇഫ്തിറാഷു ദിറാഇഹി, നിസ്കാരത്തിൽ സുജൂദിൻ്റെ സന്ദർഭങ്ങളിൽ പറയാം കൈത്തണ്ട ഭൂമിയിൽ പരത്തി വെക്കുന്നത് മക്രൂഹാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തദിലു ഫി സുജൂദ്, നിങ്ങൾ സുജൂദിൽ നേർക്ക് നേരെ നല്ല രൂപത്തിൽ സുജൂദ് ചെയ്യുക. വലാ യബ്സുത് അഹദുക്കും ദിറാഇഹിം ബിസാത്തൽ കൽബ്, നായ കൈ പരത്തി വെക്കുന്നത് പോലെ നിസ്കാരത്തിൽ കൈ പരത്തി വെക്കരുത്. നായ കൈ പരത്തി ഓർത്താൽ വേഗം മനസ്സിലാവും. നായ കിടക്കുമ്പോൾ എങ്ങനെ കിടക്കുക? കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ടാണ് കിടക്കുക, ഭൂമിയിൽ പരത്തിയിട്ട്. അതുപോലെ നിങ്ങൾ നിസ്കാരത്തിൽ കൈ പരത്തി വെക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഈ ഹദീസിൽ അവിടുന്ന് വിലക്കിയത് കറാഹത്താണ് ഉദ്ദേശമെന്ന് നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. നാലാമത്തെ കാര്യം അൽ അബസ്, നിസ്കാരത്തിൽ വെറുതെ കൈയിളക്കിക്കൊണ്ടിരിക്കുക. അതൊരു പരിധി വരെ വിട്ട് നിസ്കാരത്തിൻ്റെ രൂപത്തിന് പുറമേക്കായി കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. എന്നാൽ അതല്ലാതെ ഒരാൾ നിസ്കാരത്തിൻ്റെ രൂപത്തിന് പുറത്ത് കിടക്കാതെ കൈയിളക്കുകയും കാലിളക്കുകയും, കാല് ചൊറിയുക, കൈ ചൊറിയുക, മുഖം ചൊറിയുക, മൂക്ക് ചൊറിയുക, തല ചൊറിയുക, ഇങ്ങനെ കൈ ഇളക്കിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അത് കറാഹത്താണ്, അത് ഉപേക്ഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, മാലി അറാക്കും റാഫിഇ ഐദീക്കും കഅന്നഹ അദ്നാബു ഖൈലിൻ ശുമസ്, എന്താണ് നിങ്ങളുടെ നിസ്കാരത്തിൽ ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത്? അവർ അടക്കമില്ലാത്ത കുതിരയെപ്പോലെ തങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ടിരുന്നു. കുതിരനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുതിരൻ്റെ അടുത്ത് പോയി നിന്നാലേ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാല് കാണാൻ തട്ടിക്കൊണ്ടിരിക്കും. ബാക്കത്തെ കാല് ഇടയ്ക്ക് ഒരു കാലുകൊണ്ട് മറ്റേ കാലുമ്പോൾ തട്ടും, ഇടയ്ക്ക് വാലിങ്ങനെ ആട്ടും. ഒരു ഒതുക്കുണ്ടാവില്ല ചില സമയത്ത്. കുതിരകൾ വെറുതെ നിൽക്കാത്ത കുതിര, അതിനാണ് ഷുമുസ് എന്ന് പറയുന്നത്. അതിനാ ബുഖൈലിൻ ഷുമുസ്. ഷുമുസ് എന്ന് പറഞ്ഞാൽ അടക്കമില്ലാത്ത കുതിര. ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കുന്ന കുതിരയെപ്പോലെ എന്തുകൊണ്ടാണ്, കുതിരയുടെ വാല് പോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിസ്കാരത്തിൽ കൈ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉസ്കുനൂ ഫിസ്സലാ, നിസ്കാരത്തിൽ നിങ്ങൾ അടക്കം പാലിക്കുക എന്നുള്ളത് കൽപ്പിച്ചതായിക്കാം.
ഇത് കറാഹത്താണ്. 5 അത്തഖസ്സുർ, നിസ്കാരത്തിൽ തഖസ്സുർ വിലക്കപ്പെട്ടതാണ്, മക്റൂഹാണ്. തഖസ്സുർ എന്ന് പറഞ്ഞാൽ ഇതിനാണ് അറബിയിൽ ഖാസിറ എന്ന് പറയുന്നത്, ഇടുപ്പ് എന്ന് പറയുന്നത്. ഖാസിറത്തിൽ കൈ ഇങ്ങനെ കൊടുത്തു, ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് നിസ്കരിക്കുന്നതിനാണ് സ്വലാ മുഖ്തസിറൻ എന്ന് പറയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിട്ടുണ്ട്. നഹൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുസല്ലി അർറജുലു മുഖ്തസിറൻ ഔ യുസല്ലി അർറജുലു മുഖ്തസിറൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ഇടുപ്പിൽ കൈ കൊടുത്തുകൊണ്ട് നിസ്കരിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ 2 കൈ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കൂടുതൽ മക്റൂഹാണ്. 1 കൈ ഇങ്ങനെ കൊടുത്തിട്ട് നിസ്കരിക്കുന്നത് മക്റൂഹാണ്. വലത് കൈയോ ഇടത് കൈയോ മാത്രം കൊടുക്കുന്നതും മക്റൂഹാണ്. അപ്പോൾ അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. 6-ാമത്തേത് അത്തസാഉബ്, നിസ്കാരത്തിൽ കോട്ടുവായി ഇടുന്നത് മക്റൂഹാണ്. നിസ്കാരത്തിൽ ഹറാമല്ല, നിസ്കാരത്തിൽ ബാത്തിലാക്കി കളയുന്ന കാര്യമല്ല. നിസ്കാരത്തിൽ കോട്ടുവായി ഇടുക എന്നത് സാധാരണ കോട്ടുവായി ഇടുക എന്നുള്ളത് തന്നെ ഒഴിവാക്കേണ്ട കാര്യമാണ്. കോട്ടുവായിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടുവായി ആൾക്കാർക്ക് വരും, ഇതിൻ്റെ പ്രശ്നങ്ങളൊന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പൊതുവേ കൂട്ടുവായി അവിടുന്ന് വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത്തസാഉബു മിന ശൈത്താൻ ഫഇദാ തസാഅബ അഹദുക്കും ഫലിയറുദ്ദഹു മസ്തതാ. പിശാചിൽ നിന്നാണ് കൂട്ടുവായി ഉള്ളത് വരുന്നത്. നിങ്ങൾ ആരെങ്കിലും കൂട്ടുവായി ഇടുകയാണെങ്കിൽ ഫലിയറുദ്ദഹു മസ്തതാ, സാധിക്കുന്നിടത്ര ഇത് പിടിച്ചു വെക്കണം. എങ്ങനെ സാധിക്കുന്നത് പിടിച്ചു വെക്കുക? 2 രൂപമാണുള്ളത്. അതിൻ്റെ 2ൻ്റെയും ഉദ്ദേശം ഒന്നാണ്. വായിലൂടെ വായ തുറന്നിട്ട് വായു ഉള്ളിലേക്ക് എടുക്കുക എന്നത് പാടില്ല, അത് പിടിച്ചു വെക്കുക. അതാണ് കൊട്ടുവായി പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. 2 രൂപത്തിലാകാം. ഒന്നല്ലെങ്കിൽ ചുണ്ട് കൂട്ടി പിടിക്കുക, അതല്ലെങ്കിൽ പിന്നെ വായ പൊത്തി പിടിക്കുക. 2-ലേത് ചെയ്താലും കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊട്ടുവായി മൊത്തത്തിൽ അവിടുന്ന് അത് പിശാചിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൽ അത് പ്രത്യേകം അവിടുന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു അത്തസാഉബു ഫിസ്സലാത്തി മിന ശൈത്താൻ, നിസ്കാരത്തിലുള്ള കൂട്ടുവായി പിശാചിൽ നിന്നുള്ളതാണ്. ഫഇദാ തസാഅബ അഹദുക്കും ഫലിയഖ്ദിം മസ്തതാ, കൂട്ടുവായി ഇടുകയാണെങ്കിൽ അത് പിടിച്ചു വെക്കണം. ഹദീസിൽ കാണാം. ഈ ഹദീസിൻ്റെ തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. അതിൽ ഇബ്രാഹിം അൻ-നഖഈ അദ്ദേഹം പറഞ്ഞേക്കാം, ഇന്നി ലഅറുദ്ദു തസാഉബ ബിത്തനഹ്നുഹ്, ഞാൻ നിസ്കാരത്തിൽ കൂട്ടുവായി വന്നാൽ എന്നാക്കിയാൽ അത് ഒഴിഞ്ഞു പോകാറുണ്ട്. കൂട്ടുവായി ഒഴിവാക്കാൻ ചില സമയത്ത് വല്ലാതെ ശക്തി പിടിക്കുന്ന നല്ല ഉറക്കം ചടവോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് അത് പിടിച്ചു വെക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. അതല്ലെങ്കിൽ ഒന്ന് പിടിച്ചു വെച്ചാൽ ചിലപ്പോൾ അത് ഒഴിഞ്ഞു കിട്ടും. കൂട്ടുവായിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ആൾക്കാർ കൂട്ടുവായി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു അത്തസാഉബു മിന ശൈത്താൻ, കൂട്ടുവായി പിശാചിൽ നിന്നുള്ള. ഹദീസിൻ്റെ ബാക്കിയിൽ അവിടുന്ന് ചില ഹദീസിൻ്റെ റിവായത്തുകൾ കാണാം. ഫഇന്ന അഹദക്കും ഇദാ ഖാലഹ ളഹിക ശൈത്താൻ, നിങ്ങൾ ആരെങ്കിലും കൂട്ടുവായിട്ടിട്ട് ഹാ എന്ന് സൗണ്ട് ഉണ്ടാക്കിയാൽ, ശബ്ദമുണ്ടാക്കുന്ന ഒരു കൂട്ടുവായിട്ടാൽ ളഹിക ശൈത്താനു മിൻ, പിശാച് അവനെ നോക്കി ചിരിക്കുന്നതാണ് എന്ന് ഹദീസിൽ കാണാം. 7-ാമത്തെ കാര്യം ഇസ്തിഖ്ബാലു സൂറ, നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിത്രത്തിന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാമെന്നല്ല, അത് മക്റൂഹാണ്. ചിത്രത്തിന് നേരെ എന്ത് ചിത്രമാവാം, ജീവനുള്ളവയുടെ ചിത്രം തന്നെ ആവണമെന്നില്ല. ജീവനുള്ളവയുടെ ചിത്രമോ പ്രതിമയോ ആണെങ്കിൽ അത് ഗൗരവപ്പെട്ടതാണ്. പക്ഷേ അതല്ലാത്ത ചിത്രങ്ങളാണെങ്കിലും അതിന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്നത് മക്റൂഹാണ്. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. അവിടുന്ന് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നു. അവിടെ അവർ വീട്ടിൻ്റെ ഒരു ഭാഗം ഒരു വസ്ത്രം കൊണ്ട് മറച്ചിരുന്നു, ഒരു വിരിപ്പ് കൊണ്ട് മറച്ചിരുന്നു. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, അമീത്തി അന്ന ഖിറാമക്കി ഹാദ, ഈ വിരിപ്പ് എടുത്തു നീക്കാൻ പറഞ്ഞു. ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഅറിദു ഫീ സ്വലാത്തി, എൻ്റെ നിസ്കാരത്തിൽ ഈ ചിത്രങ്ങൾ എനിക്കിങ്ങനെ കാണിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. നിസ്കാരത്തിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിസ്കാരത്തിലുള്ള ശ്രദ്ധ ശക്തമാണ് എന്നതുകൊണ്ടായിരുന്നു അവിടത്തേക്ക് ഇത് പ്രയാസമായി തോന്നിയത്. നമ്മൾ പല ആൾക്കാർക്കും ചിത്രം പോയിട്ട് എന്ത് മുന്നിൽ വെച്ചാലും കുഴപ്പമില്ല, കാരണം അല്ലെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല. പിന്നെ ഇപ്പോൾ ഈ ചിത്രം മുന്നിൽ വന്നു എന്നുള്ളത് കൊണ്ടൊരു ശ്രദ്ധ നഷ്ടപ്പെടാനില്ല. അതുകൊണ്ടാണ് പലർക്കും നിസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്ന അറിയാത്തത്. അല്ലെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിത്രം വന്നു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയൊന്നും സംഭവിക്കാനില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചിത്രങ്ങൾ വരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നിസ്കാരത്തിൽ. കാരണം അവിടത്തേക്ക് അത്രയും ശ്രദ്ധ ഉണ്ടായിരുന്നു നിസ്കാരത്തിൽ. ചെറിയൊരു ശ്രദ്ധ തെറ്റുന്നത് പോലെ അവിടുന്ന് വലിയ കാര്യമായി കണ്ടു. ചില ആൾക്കാർ ഇത്ര ഹദീസിൽ വെച്ചു ഇത്ര ശ്രദ്ധ തെറ്റാൽ മാത്രം എങ്ങനെ
അവിടത്തേക്ക് അത്രയും ശ്രദ്ധ നിസ്കാരത്തിലുണ്ടായിരുന്നു. നിസ്കാരത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ച് അത്രയും ശ്രദ്ധയിലായിരുന്നു. പക്ഷെ നിസ്കാരത്തിൽ കയറി കഴിഞ്ഞാൽ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അവന് മുന്നിലൊരു ചിത്രം വന്നു എന്നത് പ്രശ്നമല്ല. ഇതിനേക്കാൾ അപകടമാണ് ചില ആളുകൾ പത്രത്തിൻ്റെ മേലെ നിസ്കരിക്കുക എന്നുള്ളത്. പത്രം വിരിച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ളത്. നിസ്കരിക്കുമ്പോൾ മുഴുവൻ പത്രം വായിക്കായിരിക്കും. പ്രത്യേകിച്ച് ഇമാമിൻ്റെ പുറകിലും കൂടിയാണെങ്കിൽ അപ്പോൾ പത്രം വായിച്ച് നിസ്കരിക്കും. ഇപ്പോൾ ചിലപ്പോൾ മണ്ണിലൊക്കെ നിസ്കരിക്കാൻ പത്രം വിരിച്ച് നിസ്കരിക്കരുത്. കാരണം പത്രം വിരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിസ്കാരത്തിൽ ഇത് വായിച്ചുകൊണ്ടിരിക്കും. മണ്ണിൽ നിസ്കരിച്ചാൽ കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ വജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറൻ, ഭൂമി എനിക്ക് മസ്ജിദായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ നല്ലൊരു വിരിപ്പ്. അതുപോലെ ഈ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന വിരിപ്പുകൾ, മുസല്ലകൾ, അതിൽ ചിത്രങ്ങളുണ്ട്. ചിത്രമില്ലാത്ത മുസല്ല കിട്ടൽ വളരെ അപൂർവമാണ്. അപ്പം ചിത്രമില്ലാത്ത മുസല്ലകളിൽ നിസ്കരിക്കാൻ, അതുപോലെ മുന്നിൽ ചിത്രം. മസ്ജിദുകൾ ഉണ്ടാക്കുന്നവർക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളിലൊന്നാണ് മസ്ജിദിൽ നിസ്കരിക്കുന്നവരുടെ മുന്നിൽ കൊണ്ടുപോയി നിസ്കാരത്തിൻ്റെ ടൈം, അതുപോലെ തന്നെ ക്ലോക്ക്, അതുപോലെ ചിത്രങ്ങൾ, പുസ്തകങ്ങൾ, ഇത് ഒഴിവാക്കുക. നിസ്കരിക്കുന്ന മുന്നിൽ വെക്കരുത്, സൈഡിൽ വെക്കുക, അല്ലെങ്കിൽ പിറകിൽ വെക്കുക. അതാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം. നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ മുന്നിൽ വെക്കരുത് എന്നതാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എട്ടാമത്തെ കാര്യം ഫർഖഅത്തുൽ അസാബിഅ. നിസ്കാരത്തിൽ കൈയിൻ്റെ കെട്ടുപൊട്ടിക്കുക എന്ന്. കെട്ടുപൊട്ടിക്കുക മനസ്സിലായില്ലേ? കൈയിൻ്റെ കെട്ടുപൊട്ടിക്കുക അല്ലെങ്കിൽ കാലിൻ്റെ കെട്ടുപൊട്ടിക്കുക എന്നത് മക്റൂഹാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരിക്കൽ ശുഅബ നിസ്കരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നിസ്കാരത്തിൽ കൈയിലെ കെട്ടുപൊട്ടിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ലാ ഉമ്മലക അതഫ്ഖഉ അസാബിഅക വഅൻത ഫിസ്സലാഹ്. നിസ്കാരത്തിലായിരിക്കുമ്പോഴാണോ നീ കൈയിൻ്റെ കെട്ടുപൊട്ടിക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് ശുഅബ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ആക്ഷേപിച്ചതായി ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ വന്നതായി കാണാം. ഒൻപതാമത്തേത് നിസ്കാരത്തിൽ വിരലുകൾ കോർക്കുക എന്നുള്ളത്. വിരൽ കോർത്ത് വെക്കുക. ഇത് ഹദീസുകൾ വിലക്കപ്പെട്ടതാണ്. ഇത് നിസ്കാരത്തിൽ മാത്രമല്ല, നിസ്കാരത്തിന് പുറപ്പെടുന്നത് മുതൽ ഇത് ചെയ്യാൻ പാടില്ല. കൈവിരൽ കോർത്തിരിക്കുക എന്നുള്ള. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ കൈവിരൽ കോർത്തിരിക്കരുത്. നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ കൈ കോർക്കരുത്. കാരണം ഹദീസിൽ അത് വിലക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തവദ്ദഅ അഹദുകും ഫീ ബൈതിഹി സുമ്മ അതൽ മസ്ജിദ കാന ഫീ സ്വലാത്തിൻ ഹത്താ യർജിഅ. ഒരാൾ വീട്ടിൽ നിന്ന് വുദൂ ചെയ്യുകയും എന്നിട്ട് മസ്ജിദിലേക്ക് പുറപ്പെടുകയും ചെയ്താൽ അവൻ നിസ്കാരത്തിലാണ്, മടങ്ങി വരുന്നത് വരെ. അതുകൊണ്ട് നിസ്കാരത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നിസ്കാരം അതിൻ്റെ മുഖദ്ദിമാത്തുകളും ആ അമലും അതിൻ്റെ തവാബിഅകളും. മുഖദ്ദിമാത്താണ് അതിൻ്റെ ആമുഖങ്ങൾ. വുദൂ എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുക എന്നുള്ളതും മുതൽ ഈ കാര്യമാണ് മുഖദ്ദിമാത്ത്. വീട്ടിൽ മസ്ജിദിലെത്തി നിസ്കരിക്കുക, അത് അമലാണ്. അതിനുശേഷം തവാബിഅകൾ, അങ്ങനെ മസ്ജിദിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത്. മസ്ജിദിൽ നിന്ന് തിരിച്ചു വരേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മസ്ജിദിലേക്ക് പോയതുകൊണ്ടാണല്ലോ. ഇതിനൊക്കെ പ്രതിഫലമുണ്ട് എന്ന്, ഈ പറഞ്ഞതിനൊക്കെ പ്രതിഫലമുണ്ട്. കാരണം ഇതൊക്കെ നിസ്കാരത്തിന് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ് എന്നതുകൊണ്ട്. അപ്പോൾ ആ സമയമെല്ലാം നിസ്കാരത്തിൻ്റെ വിധിയിലാണ് ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് നിസ്കാരത്തിന് പോകുമ്പോൾ എങ്ങനെ പോരുത്. മുന്നേ ഇപ്പോൾ ദർസിൽ പറഞ്ഞിട്ട് തന്നെ ഓർമ്മ. നിസ്കാരത്തിന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൈ നോക്കിയിട്ടും അതുപോലെ തന്നെ കൈയും കാലും ഇളക്കിയിട്ടും പോരുതെന്നാണ്. അത് വളരെ അടക്കത്തോടും ഒതുക്കത്തോടും കൂടി പോകുന്നതാണ്. വിശ്വാസം ധൃതിയിൽ നിസ്കാരത്തിന് പോകുന്നവരെ കണ്ടപ്പോൾ അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞതായി കാണാം, അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ. നിങ്ങൾ നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ സക്കീനത്ത് വൽ വഖാർ എന്നതിനൊരു നല്ല മലയാളം എന്താണെന്ന് എനിക്ക് അറിയില്ല. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ അടക്കവും ഒതുക്കവും വേണമെന്നാണ്, ചലനങ്ങൾ കുറക്കുക. വഖാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരെ കാണില്ലേ, ഗാംഭീര്യം. ചില ആൾക്കാരെ കണ്ടാൽ ഗാംഭീര്യം കാണില്ലേ, അവരുടെ ഇരുത്തത്തിലും അവരുടെ നടത്തത്തിലും അവരുടെ സംസാരത്തിലും അവരുടെ വാക്കുകൾ, അതിനാണ് ഗാംഭീര്യം എന്ന് പറയുന്നത്. ഹസൻ, അതാണ് ആ വാക്ക്. നിങ്ങൾ നടത്തത്തിൽ അടക്കവും ഒതുക്കവും ഗാംഭീര്യവും വേണം നിസ്കാരത്തിൽ പോകുമ്പോൾ. അമലിൻ്റെ ഗൗരവം കാരണമാണ്. അപ്പോൾ അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നുൽ വഹാബ് അദ്ദേഹത്തിന് കിതാബുണ്ട്, ആദാബുൽ മശീൽ അസ്സലാ. എൻ്റെ തുടക്ക ഭാഗത്ത് നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞതായിക്കാണ്, നടക്കുമ്പോൾ കാലുകൾ അടുപ്പിച്ച് വെക്കണം, അല്ലാതെ വിട്ടുവെക്കരുത്. കാരണം ഓരോ കാൽവെപ്പിനും പ്രതിഫലമുണ്ട്. അടുപ്പിച്ച് വെച്ചാൽ കൂടുതൽ പ്രതിഫലം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിസ്കാരത്തിൽ ഒരാൾ പുറപ്പെട്ടാൽ ഫലാ യഖുൽ ഹാക്കദ, അവൻ ഇങ്ങനെ ചെയ്യരുത്. എന്നിട്ട് വശബ്ബക ബൈന അസാബിഅ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈവിരലുകൾ കോർത്ത് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ചെയ്യരുത്, നിസ്കാരത്തിൽ ഇങ്ങനെ ചെയ്യരുത്, അത് മക്റൂഹാണ്. 10ാമത്തേത് ലുബ്സു സൗബിൻ മുഅല്ലം, ചിത്രങ്ങളോ വരകളോ ഉള്ള വസ്ത്രം ധരിക്കരുത്. ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വസ്ത്രം ധരിച്ച് നിസ്കരിച്ചു. അതിൽ ചിത്രങ്ങളും വരകളൊക്കെ ഉണ്ടായിരുന്നു, കുത്തുകളുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബൂ ബി ഖമീസതി ഹാദിഹി ഇലാ അബീ ജഹ്മിൻ, നിങ്ങൾ എൻ്റെ ഈ വസ്ത്രം കൊണ്ടുപോയി അബൂ ജഹ്മിന് കൊടുക്കുക. വഅതൂനി ബി അംബിജാനിയത്തി അബീ ജഹ്മിൻ, അതായത് അബൂ ജഹ്മിൻ്റെ കയ്യിലുള്ള ഒരു അംബിജാനിയ വസ്ത്രമാണ്, പരിക്കൻ വസ്ത്രം, ശരീരത്തിലൊന്നാകെ ധരിക്കുന്ന ഒരു മേൽ വസ്ത്രം. ഫഇന്നഹ അൽഹത്നി ആനിഫൻ അൻ സലാത്തി, ഇത് എൻ്റെ നിസ്കാരത്തിൽ എൻ്റെ ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ചില ആൾക്കാർക്ക് ചില വസ്ത്രങ്ങൾ ധരിച്ച് നിസ്കാരത്തിൽ മുഴുവൻ അതിലുള്ള കുത്തും വരെ നോക്കലായിരിക്കും അവനെ ബാധിക്കുക. പക്ഷേ ഇതിൽ പലതും നമുക്ക് പ്രശ്നമായേ തോന്നാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഇത്തരം ചില ഹദീസുകൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതിലൊക്കെ എന്താ ഇപ്പം ഇത്ര ശ്രദ്ധ തെറ്റാൻ മാത്രം? അത് അവരവരുടെ നിസ്കാരം അതിൻ്റെ ആസ്വാദനത്തിൽ അവർ ചെയ്യാത്തത് കൊണ്ടാണ്. ഒരാൾ ശ്രദ്ധ പരിപൂർണമായ നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവനറിയാം ഒരു ചെറിയ കാര്യം വരെ അവൻ്റെ ശ്രദ്ധ തെറ്റിച്ചാളെ. ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? നിസ്കാരത്തിൽ എപ്പോഴെങ്കിലും നിസ്കാരം ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാവും ചെറിയ കാര്യം വരെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിച്ചാളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അത്രയും ശ്രദ്ധ പാലിച്ചിരുന്നു. അതുകൊണ്ട് അവിടത്തേക്ക് ചെറിയ കാര്യങ്ങൾ വരെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു. പക്ഷെ ഇന്ന് ചിലപ്പോൾ ആൾക്കാർ നിസ്കരിക്കുന്നത് ചിലപ്പോൾ ലാ ഹൗല വലാ ഖുവത, ചില ആൾക്കാർ ചിലപ്പോൾ പുറത്ത് TV ഉണ്ടാവും, അല്ലെങ്കിൽ സ്ക്രീൻ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പലതുണ്ടാവും. ഇതൊക്കെ നിസ്കാരത്തിൽ ശ്രദ്ധയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്. 11ാമത്തെ കാര്യം കഫ്തു സൗബി ഔ ഷാർ, നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് കഫ്തു സൗബ് എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടാം. ഒന്നല്ലെങ്കിൽ വസ്ത്രം കൂട്ടിപ്പിടിക്കും. നിസ്കാരത്തിൽ വസ്ത്രം പ്രത്യേകിച്ച് സുജൂദിൽ പോകുമ്പോൾ, ചില ആൾക്കാർ മുണ്ടെടുത്ത ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, സുജൂദിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോവാ, ഒന്നാകെ കൂട്ടിപ്പിടിച്ച് ഉള്ളിലേക്കാക്കിയിട്ട് സുജൂദിലേക്ക് പോകും. അത് ഒഴിവാക്കണം, ഹദീസിൽ വിലക്കപ്പെട്ടതാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ നിൻ്റെ ശരീരം ആ വൃത്തിയിൽ തന്നെ പോകുന്ന രൂപത്തിലേക്ക് സുജൂദിൽ പോകണം. എന്നാൽ ചില ആളുകൾക്ക് അവരുടെ തുണി അങ്ങനെ കൂട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ തുറന്നു വരും, അവരുടെ അവറത്ത് ചിലപ്പോൾ ഒളിവാകും. അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. സാധാരണ നിലയിൽ ഒരാൾ നല്ല തുണി എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൂട്ടിപ്പിടിക്കരുത് സുജൂദിന് പോകുമ്പോൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഉമിർതു അൻ അസ്ജുദ അലാ സബ്അതി അഅദം, 7 അവയവങ്ങൾക്കുമേൽ നിസ്കരിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. വലാ അകുഫ ശഅറൻ വലാ സൗബൻ, വസ്ത്രമോ മുടിയോ കൂട്ടിപ്പിടിക്കുന്നതും അവിടുന്ന് പാടില്ല എന്നും എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാം. അപ്പോൾ 2 കാര്യങ്ങളാണ്, ഒന്ന് വസ്ത്രം, 2 മുടി. മുടിയാണെങ്കിൽ വലിയ മുടിയോ മറ്റോ ആണെങ്കിൽ, ആണുങ്ങളാണെങ്കിൽ അതിങ്ങനെ കെട്ടിവെച്ച് ചെയ്യരുത്, നിസ്കരിക്കരുത്. അതുപോലെ തന്നെ വസ്ത്രമാണെങ്കിൽ അത് കൂട്ടിപ്പിടിക്കരുത്, അതുപോലെ തന്നെ മടക്കി വെക്കരുത്, ഇത് കറാഹത്താണ്. സംസ്കാരത്തിൽ ഇങ്ങനെ വസ്ത്രം മടക്കി വെക്കുന്നത് മക്റൂഹാണ്. അതുപോലെ തന്നെ കാലിൻ്റെ അടിയിലാണെങ്കിലും. 12ാമത്തേത് മസ്ഹു അസരി സുജൂദി ഖബ്ലൽ ഫറാഗ്, നിസ്കാരം കഴിയുന്നതിന് മുൻപ് സുജൂദിൽ പോയി കഴിഞ്ഞാൽ നെറ്റിയിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിക്കളയുന്നത്, അത് മക്റൂഹാണ്. ആ ഹദീസ് ദുർബലമാണ് എന്ന് ഷെയ്ഖ് അൽബാനി ചില കിതാബുകൾ പറഞ്ഞിട്ടുണ്ട്, മറ്റ് ചില കിതാബുകൾ അദ്ദേഹം സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനൽ ജഫാഇ അൻ യുക്സിറ റജുലു മസ്ഹ ജബ്ഹതിഹി ഖബ്ലൽ ഫറാഗി മിൻ സലാത്തിഹി, നിസ്കാരം കഴിയുന്നതിന് മുൻപ് ധാരാളമായി നെറ്റി തുടച്ചുകൊണ്ടിരിക്കുക എന്നത് നിസ്കാരത്തിലെ പരുക്കൻ രീതികളിൽപ്പെട്ടതാണ്. നിങ്ങൾ ഓർക്കണം, സഹാബികൾ നിസ്കരിച്ചത് മണ്ണിലാണ്. മണ്ണ് സ്വാഭാവികമായിട്ട് നെറ്റിയിൽ പറ്റും, പക്ഷെ അത് അധികമായി കളയുന്നത് നിസ്കാരത്തിൻ്റെ നല്ല രീതിയിൽപ്പെട്ടതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുവെങ്കിൽ, ഇന്ന് പല ആൾക്കാരും നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നതാണ്, ചെറിയ എന്തെങ്കിലും പൊടി തട്ടിയാലും പറ്റും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിസ്കാരത്തിൻ്റെ നല്ല രീതിയിൽപ്പെട്ടതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതായി കാണാം. 13ാമത്തെ കാര്യം അസ്സലാത്തു ബിഹദ്റത്തി തആമിൻ ഔ മഅ മുദാഫഅത്തിൽ അഖ്ബസൈൻ, ഭക്ഷണം മുന്നിലുള്ള സമയത്ത്, അതല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവന്നു അതുള്ള സമയത്ത്, അതല്ലെങ്കിൽ ഔ മഅ മുദാഫഅത്തിൽ അഖ്ബസൈൻ,
മലമൂത്ര വിസർജനത്തിന് തോന്നലുണ്ടാകുന്ന സമയത്ത് നിസ്കരിക്കുന്നത് കറാഹത്താണ്. ഇതൊക്കെ 2 കാര്യങ്ങൾ. ഭക്ഷണം മുന്നിൽ വെച്ചു, നല്ല വിശപ്പുണ്ട്, ഭക്ഷണം മുന്നിൽ വെച്ച സമയത്ത് പോയി നിസ്കരിക്കാൻ നിൽക്കുന്നത് കറാഹത്താണ്. അപ്പോൾ ഒരാൾക്ക് ജമാഅത്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒത്തുവന്നു, ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു പോയി, ആരും തന്നെ പറഞ്ഞു നോക്കില്ല ജമാഅത്ത് ബാങ്ക് കൊടുക്കുമ്പോൾ ഭക്ഷണം കൊണ്ടുവരണം എന്ന് പറയില്ലല്ല. ഒരാൾ ജമാഅത്തിന് ബാങ്ക് കൊടുത്തപ്പോൾ അയാൾക്ക് ഭക്ഷണം വെച്ചിട്ടുള്ളത് കൊടുന്ന് വെച്ചു, അയാൾക്കായിട്ട് വിശപ്പുണ്ട് എങ്കിൽ അയാൾക്ക് ജമാഅത്ത് നിസ്കാരം ഉപേക്ഷിക്കാൻ അത് ഉദ്റാണ്, ശർഈയായ ഉദ്റാണ്. അള്ളാഹു ദീനിൽ നൽകിയ അനുവാദം നൽകിയ കാര്യങ്ങൾ പെട്ടതാണ്. എത്ര വരെ ഉപേക്ഷിക്കുക? അയാൾ കഴിക്കുന്ന ഭക്ഷണം ആ സമയം കൊണ്ട് അയാൾക്ക് ജമാഅത്ത് നഷ്ടപ്പെടുമെന്നാണെങ്കിൽ അയാൾക്ക് ആ ജമാഅത്ത് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരിക്കലും ഹീലത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഹീലത്ത് തന്നെ കുതന്ത്രം കാണിക്കുക. ഒരു വാജിബായ ഒരു കാര്യം അല്ലെങ്കിൽ വാജിബായ ഒരു കാര്യം ഉപേക്ഷിക്കുന്നതിനോ ഹറാമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയോ കുതന്ത്രം ഉപയോഗിക്കുന്നതിനാണ് ഹീലത്ത് എന്ന് പറയുന്നത്. ഗുരുതരമായ കാര്യമാണ്, ജൂതന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നത് ഹീലത്ത് കാണിക്കുക എന്നുള്ളത്. അള്ളാഹു ഒരു കാര്യം കൽപ്പിക്കുക, ഇവരെന്ത് ചെയ്യും? അതിന് വേറെ ഒരു വഴി കണ്ടെത്തും. ഏറ്റവും പ്രസിദ്ധമായ സംഭവം ഏതായിരിക്കും? മീൻ പിടിച്ച സംഭവം, സബത്തിൻ്റെ സംഭവം. മീൻ പിടിക്കാൻ പാടില്ല, ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു? വെള്ളിയാഴ്ച കൊണ്ടിട്ട് വല വെക്കും, മീനിന് പിടിക്കാനുള്ള കെണി വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ശിക്ഷ ഏറ്റവും കടുത്ത ശിക്ഷകളൊന്നായിരുന്നു. അവരെ കുരങ്ങന്മാരാക്കി എന്നുള്ളത് ശബ്ദത്തിൻ്റെ കാര്യം. ഇത് ജൂതന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാം, ലഅനത്തുല്ലാഹി അലൽ യഹൂദ് ഹുർരിമത് അലൈഹിം, യഹൂദരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ, അവർക്കുമേൽ പന്നിയുടെ നെയ്യ് അള്ളാഹു ഹറാമാക്കി. അവരെന്ത് ചെയ്തു? ഫദാബൂഹ വബാഊഹ വഅകലൂ സമനഹ. അവർ നെയ്യ് ഉരുക്കിയപ്പോൾ നെയ്യല്ലേ വിലക്കിയത്? നെയ്യല്ലല്ലോ, ഇത് എണ്ണല്ലേ. എന്നിട്ടത് വിറ്റിട്ട് അതിൻ്റെ പണം കൊണ്ട് ഭക്ഷിച്ചു. ഇവരുടെ കുതന്ത്രങ്ങൾക്ക് കണക്കില്ല. പലപ്പം സൂറത്തുൽ ബഖറ നിങ്ങൾ വായിക്കുക, ശ്രദ്ധിച്ചു വായിക്കുക. യഹൂദർ ചെയ്തു വെച്ച അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിൻ്റെ കടുപ്പം ചില സമയത്ത് വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ പ്രയാസം അനുഭവപ്പെടും. വിഗ്രഹത്തെ പോയി ആരാധിക്കുക. മൂസാ നബി 40 ദിവസത്തേക്ക് തൗറാത്തിന് വേണ്ടി പോയപ്പോൾ ഉടനെ ഈ വലിയ അത്ഭുതങ്ങളിലൂടെ രക്ഷപ്പെട്ടു വന്ന കൗമാണിത്. എന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത്രയും കാലത്ത് പീഡനത്തിൽ അള്ളാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിട്ട് വന്നിട്ട് പശുവിനെ ആരാധിക്കുക. എന്നിട്ട് ആരാധിച്ചത് തിരുത്തി നോക്കിയപ്പോൾ ധിക്കാരം പറയുക. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് തൗബ ചെയ്യാൻ പറഞ്ഞു. തൗബ ചെയ്ത് അവരുടെ തൗബയുടെ ഭാഗമായി അവർ സ്വയം വധിക്കാൻ കൽപ്പിച്ചു. അവർ വധിച്ചു. അള്ളാഹു അവർക്ക് വീണ്ടും ജീവൻ നൽകി. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് വെല്ലുവിളി നോക്കണം. അവർ പറഞ്ഞു, വഖാലു ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ. അള്ളാഹുവിനെ നേരിൽ കാണുന്നവരെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. പശുവിനെ അറക്കാൻ പറഞ്ഞു. പശുവിനെ അറക്കാൻ പറഞ്ഞു. ഇന്ന അല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ. ഒരു പശുവിനെ അറക്കി. എത്ര നിസ്സാരമായ കൽപ്പനയാണത്. അപ്പോൾ അവർ പറഞ്ഞു, അത്തത്തഖിദുനാ ഹുസുവ, ഞങ്ങളെ കളിയാക്കണോ? പശുവിനെ അറക്കാൻ പറഞ്ഞു. ഞാനൊരു പശുവിനെ ആരാധിച്ച ആൾക്കാരാണ്. അപ്പം അവരാരാധ്യ വസ്തുവായി സ്വീകരിച്ച വസ്തുവിനെ തന്നെ അറക്കാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ എത്ര നിസ്സാരമായൊരു കൽപ്പനയാണത്. അനുസരിക്കുന്നതിന് എന്ത് പ്രയാസമാണുള്ളത് ചെയ്തത്. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിൻ്റെ രൂപം വേണം. അപ്പോൾ രൂപം പറഞ്ഞു കൊടുത്തു. അപ്പം നിറം വേണം, നിറം പറഞ്ഞു കൊടുത്തു. പിന്നീട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൂടുതൽ വിശദീകരണം വേണം, ഇത്രയൊന്നും പോരാ. അപ്പോൾ പറഞ്ഞു, ഈ പശു എന്താവാൻ പാടില്ല, അതിൻ്റെ നിറം മഞ്ഞ നിറമായിരിക്കണം, അതിലൊരു പുള്ളി പോലും പാടില്ല, ഇങ്ങനെയുള്ള പശുവായിരിക്കണം, അതിനെ കൃഷിക്ക് ഉപയോഗിക്കാൻ പാടില്ല, വെള്ളം നനയ്ക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ അവസാനം ഒരു അർത്ഥം കാണും, പശുവിനെ അർത്ഥം. തൊട്ടടുത്തായത് ഇത് ഖതൽതും നഫ്സൻ ഫദ്ദാറഅതും ഫീഹാ. അള്ളാഹു നിങ്ങളോട് പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് അറക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഖതൽതും നഫ്സൻ, നിങ്ങൾ മനുഷ്യനെ കൊന്നു, പശുവിനെ അറക്കാൻ വയ്യ. ഇത് ഖതൽതും നഫ്സൻ, മനുഷ്യനെ തന്നെ നിങ്ങൾ കൊന്നു കളഞ്ഞു. ഫദ്ദാറഅതും ഫീഹാ, അതിൻ്റെ ശിക്ഷാവിധി വന്നപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങളല്ല കൊന്നതെന്ന് പറഞ്ഞു. ഇപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അറുത്ത പശുവിൻ്റെ എല്ലുകൊണ്ട് മരിച്ച മനുഷ്യനെ അടിക്കാൻ പറഞ്ഞു. അയാൾ ജീവിച്ചു. അയാൾ പറഞ്ഞു ഇന്നാളാണ് കൊന്നതെന്ന് പറഞ്ഞു. സൂറത്തുൽ ബഖറ. ഇതൊക്കെ ഈ അത്ഭുതങ്ങളെല്ലാം വേണം. മന്നും സൽവയും കൊടുത്തു. ഇത്ര മനോഹരമായ ഭക്ഷണം. അത് കിട്ടിയപ്പോൾ എന്താ പറഞ്ഞത്?
എന്നസ്ബിറ അലാ തആമിൻ വാഹിദ്, ഒരേ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ വയ്യ. എന്നിട്ട് അള്ളാഹുവിനോട് സുബ്ഹാൻ മര്യാദകേട് നോക്കുക. ഉദ്ഉ ലനാ റബ്ബക്, മൂസ നിൻ്റെ റബ്ബിനോട് നീ പറയുക. നിൻ്റെ റബ്ബ് എന്നാണ് പറഞ്ഞത്. എത്ര തവണയാണ് ഒരു വാക്കതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സൂറത്തുൽ ബഖറയിൽ. നിൻ്റെ റബ്ബ് എന്ന വാക്ക് ഞങ്ങളുടെ റബ്ബ് എന്നാണ്. നിൻ്റെ റബ്ബ്. ഉദ്ഉ ലനാ റബ്ബക് യുഖ്രിജ് ലനാ മിമ്മാ തുൻബിതുൽ അർദ്, ഭൂമിയിലുള്ള സസ്യങ്ങൾ വേണം. പറഞ്ഞത് ഹീലത്ത് എന്നത് ഗുരുതരമായ അതിക്രമമാണ് അള്ളാഹുവിൻ്റെ ദീനിനോട്. അപ്പോൾ ഈ കാര്യത്തിൽ മാത്രമല്ല, പല കാര്യത്തിലും ഉദ്ദേശം അള്ളാഹു അറിയുന്നതാണ്, ഏത് കാര്യത്തിലാണെങ്കിലും. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഭക്ഷണം മുന്നിലുള്ളപ്പോൾ നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, ഭക്ഷണം മുന്നിലുള്ളപ്പോൾ വിശപ്പുള്ള സമയത്ത് നിസ്കരിക്കുന്നത് മക്റൂഹാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അരികിൽ രണ്ടാളുകൾ വന്നു. അതിലൊരാൾ അറബി ഭാഷയിലെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ ഭാഷയിൽ അക്ഷരങ്ങൾ, നിൻ്റെ വാക്കുകൾ തെറ്റുന്നുണ്ട്, നിൻ്റെ ഒപ്പമുള്ള കൂട്ടുകാരൻ നന്നായി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, എനിക്കറിയാം കാരണം, ഇവനെ എൻ്റെ ഉമ്മയാണ് വളർത്തിയത്, നിൻ്റെ ഉമ്മയാണ് വളർത്തിയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യം പിടിച്ചു. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ഭക്ഷണം കൊണ്ടുവച്ച് കൊടുത്തു, ഈ രണ്ടു പേർക്കും. അപ്പോൾ ഈ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ ദേഷ്യമുള്ള ആളെ അയാൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കാൻ പോകണം എന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ഇജ്ലിസ്, ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഞാൻ ഉസല്ലി, എനിക്ക് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഇജ്ലിസ്, നീ ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ സലാത്ത ബിഹദ്റതി തആം, ഭക്ഷണം മുന്നിൽ വെച്ചാൽ നിസ്കാരമില്ല. ഹദീസ് അപ്പോഴാണ് പറഞ്ഞത്, ലാ സലാത്ത ബിഹദ്റതി തആം വലാ ഹുവ യുദാഫിഉഹു അൽ അഖ്ബഥാൻ. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം അതിന് തോന്നലുള്ള സമയത്തും നിസ്കാരമില്ല എന്ന് അപ്പോഴാണ് ഹദീസ്, അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഇദാ വുദിഅ അൽ അശാഉ വ ഉഖീമത്തിസ് സ്വലാ ഫബ്ദഉ ബിൽ അശാ. അശാ എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി ഭക്ഷണം. അശാ നമ്മളെ പൊതുവെ ഇശാൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞിട്ടോ ആണ്. സഹാബികളുടെ കാലഘട്ടത്തിൽ മഗ്രിബിന് മുൻപാണ് അവരുടെ അശാ ഉണ്ടായിരുന്നത്. അവരുടെ രാത്രി ഭക്ഷണം അവർ കഴിച്ചിരുന്ന സമയമാണ് മഗ്രിബിന് മുൻപാണ്. മഗ്രിബിന് ശേഷം മഗ്രിബ് നിസ്കരിക്കുക, പിന്നെ ശേഷം നിസ്കരിക്കുക, കിടക്കുക, ഉറങ്ങുക. അതായിരുന്നു അവരുടെ ശൈലി, നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ ഹദീസിൽ കാണാം, ഇദാ ഹദറത്തിൽ അശാഉ വ ഉഖീമത്തുസ് സ്വലാ ഫബ്ദഉ ബിൽ അശാ. ഭക്ഷണം മുന്നിൽ വെക്കുകയും കൊണ്ടുവരികയും, രാത്രി ഭക്ഷണം മുന്നിൽ കൊണ്ടുവെക്കുകയും നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെടുകയും ചെയ്താൽ ഫബ്ദഉ ബിൽ അശാ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഫബ്ദഉ ബിൽ അശാ, രാത്രി ഭക്ഷണം അത് തുടങ്ങുക, അതുകൊണ്ട് ആരംഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷണം, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ അപ്പം എന്തുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? എന്താണ് ഭക്ഷണം? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ശരിക്കും ആളുകളെക്കുറിച്ച് ചിന്തിച്ച് നോക്കും. ഇന്ന് ആളുകൾ പറയാറുള്ള എന്താ? ഭക്ഷണം മുന്നിൽ വെച്ചു, നിസ്കാരമുണ്ട്. ആൾക്കാരെന്താ പറയുക? നിസ്കാരം കഴിക്കാം, എന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക. ഭക്ഷണം റാഹത്തിൽ ആസ്വദിച്ച് കഴിക്കണം. എത്ര ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ആലോചിച്ച് നോക്കും നിങ്ങൾ. ഭക്ഷണം മുന്നിൽ വെച്ചാൽ വേഗം പോയി നിസ്കരിക്കുക, നിസ്കാരം കഴിച്ചാൽ പിന്നെ റാഹത്തായി തിന്നാനിരിക്കുക. അങ്ങനെയല്ല ആൾക്കാർ പറയാറുള്ളത്. നോക്കൂ, ഞാൻ നേരെ തിരിച്ചാണ് ഇസ്ലാമിലെ കൽപ്പന ഉള്ളത്. ഭക്ഷണം ആദ്യം കഴിച്ച് തീർക്കുക, എന്നിട്ട് നിസ്കാരത്തിന് പോവുക. കാരണം ഭക്ഷണം ഒരു ശല്യമായി മനസ്സിൽ നിൽക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ വലാ ഹുവ യുദാഫിഉഹുൽ അഖ്ബസാൻ, മലമൂത്ര വിസർജനത്തിന് തോന്നുമ്പോൾ. ഇത് രണ്ടും പാടില്ലെന്ന് പറഞ്ഞത് മനസ്സൊരു കാര്യവുമായി മുന്നിൽ വെച്ച് പോകാം. പ്രത്യേകിച്ച് ഹദീസിൽ ശ്രദ്ധിക്കുക, ഭക്ഷണം അടുക്കളയിലല്ല ഉള്ളത്. ഭക്ഷണം അടുക്കളയിൽ, ഇത് ഹദറത്തിൽ ആശ, മുന്നിൽ കൊണ്ടുവച്ചു. മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് പൊതുവെ തിന്നണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞു. മുന്നിൽ കണ്ട ഭക്ഷണം ആ സമയത്ത് പോയി നിസ്കരിക്കുന്നതാണ് മക്റൂഹാവുക. അല്ലാതെ നിസ്കരിക്കാൻ ഭക്ഷണം അയക്കണോ എന്ന് വിളിച്ചു വെച്ചിട്ട് നിസ്കാരം ഒഴിവാക്കാൻ, അങ്ങനെയല്ല പറഞ്ഞത്. 14-ാമത്തേത് ഇലാ ഗൈരി സുത്രത്തിൻ ലിൽ ഇമാമി വൽ മുൻഫരിദ്. നിസ്കാരത്തിൽ സുത്രയ്ക്ക് മുന്നിലല്ല, സുത്രയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ടല്ലാതെ നിസ്കരിക്കേണ്ടത്. ആർക്ക്? രണ്ട് ആൾക്കാർ, ഇമാമിനും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കും.
സുത്രക്ക് നേരെ തിരിഞ്ഞുകൊണ്ടല്ലാതെ നിസ്കരിക്കുന്നത് അവർക്ക് മക്രൂഹാണ്. അത് ഹറാമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഹംബലി മദ്ഹബിലെ ചില ആളുകൾ, അതുപോലെ ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് ആധുനികരിൽ, അതുപോലെ ഇബ്നു ഖുസൈമ, ഷൗക്കാനി, ഇവരൊക്കെ സുത്രക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കൽ വാജിബാണെന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരാണ്. നിർബന്ധമാണ്, ഉപേക്ഷിക്കാൻ പാടില്ല. എന്തായാലും സുത്ര ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോഴൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും അവിടുന്ന് സുത്രയായി വെക്കാറുണ്ടായിരുന്നു. അല്ലാഹു അലം, അത് മക്രൂഹാണ് എന്ന് പറയുന്നതിനേക്കാൾ മനസ്സിലാകുന്നത് അത് ഉപേക്ഷിക്കരുത്, അതിൻ്റെ നേർക്കുനേരെയുള്ള വിധി അല്ലാഹു അലം. പക്ഷേ അതൊരു കേവല മക്രൂഹ് എന്ന് പറയാൻ പറ്റുമോ എന്ന് അറിയില്ല. പക്ഷെ അതിനേക്കാൾ ഗൗരവമാണ് സുത്ര വെക്കുന്നതിൻ്റെ കാര്യം. സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കാം, സുത്ര മുന്നിൽ വെച്ച്, ഇമാമാണെങ്കിലും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളാണെങ്കിലും. ഹദീസുകൾ ധാരാളം അത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ലാതെ നിസ്കരിക്കരുത്. ഹദീസ് ഉസൂൽ ഫിഖ് മറ്റ് പഠിക്കുന്ന ആൾക്കാർക്കറിയാം, ഇങ്ങനത്തെ പ്രയോഗം പൊതുവെ നിർബന്ധമായ കാര്യങ്ങൾക്കേ പറയുള്ളൂ. ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, സുത്രയിലേക്ക് തിരിഞ്ഞല്ലാതെ നിസ്കരിക്കരുത്. വലാ തദഅ അഹദൻ യമുറു ബൈന യദൈക, നിൻ്റെ മുന്നിലൂടെ ഒരാളെയും നടക്കാൻ അനുവദിക്കരുത്. ഫഇൻ അബാ ഫൽതുഖാതിൽഹു, നീ അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ, മുന്നിലൂടെ നടന്നേ തീരൂ എന്നാണ് അവൻ പറയുന്നത്, ഫൽതുഖാതിൽഹു, നീ അവനോട് എതിർപ്പ് കാണിക്കുക. ഫഇന്നമാ ഹുവ ഷൈത്താൻ, അവൻ ഷൈത്താനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് മദീനയിലുള്ള ആൾക്കാർ, മസ്ജിദ് നബിയുടെ പരിസരത്തൊക്കെയാണ് ചില പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഉലമാക്കൾ പലരും പറഞ്ഞതായി കാണാം, കടുത്ത തിരക്കുള്ള മസ്ജിദുകളിൽ ഒരാൾ നിസ്കാരത്തിൽ മുന്നിലൂടെ നടന്നു പോകുന്നതായി കണ്ടാൽ, അങ്ങനെ എല്ലാവരും നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് വേറെ കൂടെ നടന്നു പോകാൻ പറ്റില്ല. ആൾക്കാർ നിസ്കരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ അയാൾക്ക് ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല, വഴിയിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനെയുള്ള മസ്ജിദുകളിൽ കടുത്ത തിരക്കുള്ള സമയങ്ങൾ ശ്രദ്ധിക്കണം. തിരക്കില്ലാത്ത സമയമാണെങ്കിലോ അയാൾക്ക് പിന്നെ കൂടെ പോവാം. തിരക്കുള്ള സമയങ്ങളിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മുന്നിലൂടെ പോകുന്നുണ്ട് എങ്കിൽ അത് തടയേണ്ടതില്ല. അത് അസ്ർ നൽകപ്പെട്ട സമയമാണ് എന്ന് ഈ കാലത്ത് പല ഉലമാക്കളും പറഞ്ഞതായി കാണും. വിഷയത്തിന് ഗൗരവമുണ്ട്, പക്ഷേ പ്രത്യേകിച്ച് നിസ്കാരത്തിന് മുന്നിലൂടെ തിരക്കുള്ള ആളെ തടയാൻ തുടങ്ങിയാൽ പിന്നെ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ, നിസ്കരിക്കാൻ സമയം കിട്ടില്ല. കാരണം ആൾക്കാർ അത്രയും തിരക്കുള്ള സമയമായിരിക്കും, അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ പ്രായമുള്ള ആൾക്കാർ, അവർക്ക് ചിലപ്പോൾ എൻ്റെ ബാക്കിലൂടെ പോകാൻ പറ്റും, പക്ഷേ അവർക്ക് നടക്കാൻ വയ്യ. അയാൾ നിന്ന് തടുത്ത് നിർത്തിയാൽ ചിലപ്പോൾ അയാൾ ബുദ്ധിമുട്ടിലാകും. അതല്ലെങ്കിൽ ബാത്റൂമിലേക്ക് ധൃതിപ്പെട്ടു പോകുന്ന ആളാണെന്ന് നിനക്കൊരാളെ കുറിച്ച് തോന്നാണ് എങ്കിൽ അയാൾ തടഞ്ഞു നിർത്തിയാൽ, വേറെ വഴിയില്ലെങ്കിൽ. നല്ല തിരക്കുള്ള മസ്ജിദുകൾ, അതല്ലെങ്കിൽ സുത്ര കണ്ടെത്താൻ പ്രയാസമുള്ള വലിയ മസ്ജിദുകൾ. ചില മസ്ജിദുകൾ വലിയ മസ്ജിദായിരിക്കും, എല്ലാവർക്കും സുത്ര എടുക്കാൻ തുടങ്ങിയാൽ സുത്ര കിട്ടില്ല, എന്ന് മാത്രം ആൾക്കാരുണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതിൽ ഇളവുണ്ട് എന്ന് ആധുനിക കാലഘട്ടത്തിൽ പല പണ്ഡിതന്മാരും പറയുന്നതായി കാണാം. പ്രത്യേകിച്ച് മസ്ജിദുൽ ഹറമും മസ്ജിദ് നബവി, ഈ രണ്ട് മസ്ജിദുകൾ ഇത് ശ്രദ്ധിക്കണം. 15-ാമത്തേത് സദ്ലു തഗ്തിയത്തുൽ ഫം, 15ഉം 16ഉം. സദ്ൽ, തഗ്തിയത്തുൽ ഫം, ഈ രണ്ട് കാര്യവും വിലക്കപ്പെട്ടു. സദ്ൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹദീസിൽ വിലക്കിയ കാര്യം അവിടുന്ന് പറഞ്ഞു. അബൂ ഹുറൈറ ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അനി സദ്ലി ഫി സ്വലാ, നിസ്കാരത്തിൽ സദ്ൽ നടത്തുന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. സദ്ൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന വിശദീകരണം എൻ്റെ ഓർമ്മയിൽ ഫിഖിൻ്റെ ചില കിതാബുകളിൽ 10-ലധികമോ അല്ലെങ്കിൽ 15-ലധികമോ അഭിപ്രായമുണ്ട് എന്താണ് ഈ സദ്ൽ എന്നത്. പല അഭിപ്രായങ്ങളും. പ്രബലമായ ഒരു അഭിപ്രായം ഇതാണ്, ഒരാൾ നിസ്കരിക്കുമ്പോൾ, ഇപ്പോൾ ഇത് കുപ്പായ കൈയുള്ള വസ്ത്രമാണ്, കുപ്പായ കൈ അതിലൂടെ കൈ ഇടാതെ ഒരാൾ വസ്ത്രം ധരിക്കുക, എന്നിട്ട് കൈ വസ്ത്രത്തിൻ്റെ ഉള്ളിലാവുക. പ്രത്യേകിച്ച് വലിയ വസ്ത്രങ്ങളാണെങ്കിൽ അത് കൂടുതൽ എപ്പോഴാണ് ആവശ്യം വരാം, നല്ല തണുപ്പുള്ള സമയത്ത് അല്ലേ. വലിയ വസ്ത്രം, കൈ കുപ്പായ കൈയുള്ള വസ്ത്രം, വലിയ ജാക്കറ്റ് ഇങ്ങനെ ഇടുക, എന്നിട്ട് കൈ കുപ്പായ കൈൻ്റെ ഉള്ളിലൂടെ ഇടാതെ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ വെക്കുക. ഇതാണ് സദ്ൽ എന്ന് പലരും പറഞ്ഞേക്കുന്നത്. വേറെ അഭിപ്രായങ്ങളുണ്ട്, ഇതൊരു പ്രബലമായ അഭിപ്രായമാണ്. അങ്ങനെ മറച്ചിട്ട് കൈ ഉള്ളിൽ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുക, അങ്ങനെ തന്നെ റുക്കുവും സുജൂദൊക്കെ ചെയ്യുക. ഇതാണ് സദ്ൽ എന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്, മക്റൂഹായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പം അത് പാടില്ല. വഅൻ യുഗത്തിയ റജുലു ഫാഹു, നിസ്കാരത്തിൽ വായ മൂടിയിട്ട് നിസ്കരിക്കുക. ഈ കാലത്തെ ആളുകൾ ഇന്നിപ്പോൾ കാര്യമായി കൊറോണ ഇതങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോയതിന് അവസാനിച്ചു, അൽഹംദുലില്ലാഹ്. ഇപ്പോൾ വായ മൂടിയിട്ട് നിസ്കരിക്കുക. ഇത് മാസ്ക് മാത്രമല്ല, ചില സമയത്ത് ആൾക്കാർ തണുപ്പ് കാലം എത്തിക്കഴിഞ്ഞാൽ
ഒന്നാകെ മുഖം മൂടിയിട്ടാണ് നിസ്കരിക്കുക. അത് മക്രൂഹാണ്, വിലക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്, മക്രൂഹായ കാര്യമാണ്. 16-ാമത്തെ കാര്യം അൽ ബുസാഖു ഇലൽ ഖിബ്ലത്തി ഔ അൻ യമീനിഹി. നിസ്കാരത്തിൽ ഖിബ്ലക്ക് നേരെ തുപ്പുക, അതല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് തുപ്പുക. ഇത് രണ്ടും മക്രൂഹാണ്, നിസ്കാരത്തിൽ ഒഴിവാക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ തുപ്പുക എന്ന് പറഞ്ഞാൽ ഒന്നാകെ തുപ്പലം പുറത്തേക്ക് കളയുന്ന രൂപത്തിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ വായിലെന്തെങ്കിലും തടഞ്ഞു അപ്പോൾ ഇങ്ങനെ തുപ്പുന്നതോ ചെറുതായിട്ട് അങ്ങനെ തുപ്പിക്കളയില്ല. ഇത് രണ്ടും ആകാം, ഇത് രണ്ടും പാടില്ല. ഇത് രണ്ടും ഖിബ്ലക്ക് നേരെ ആകുന്നത് ഒഴിവാക്കുക, വലതുഭാഗത്തേക്കാകുന്നത് ഒഴിവാക്കുക. പിന്നെ എവിടത്തേക്കാണ്? ഇടതുഭാഗത്തേക്ക് ഇങ്ങനെയാണോ? അടുത്ത ആളുണ്ടാവും, പിന്നെയോ ഇടതു ഇങ്ങനെ. ഇതാണ് ഇടതുഭാഗത്തേക്ക് തുപ്പുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദിലേക്ക് വന്നപ്പോൾ ഖിബ്ലയുടെ ഭാഗത്തായി മതിലിൽ ഒരാൾ തുപ്പി വച്ചിരിക്കുന്നത് കണ്ടു. സുബ്ഹാനല്ലാഹ്, ഫഹക്കഹു, അവിടുന്ന് അത് ചുരണ്ടിക്കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരണ്ടിക്കളഞ്ഞു. സുമ്മ അഖ്ബല അലന്നാസ്, എന്നിട്ട് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇദാ കാന അഹദുക്കും യുസല്ലി ഫലാ യബ്സുഖ് ഖിബല വജ്ഹിഹി. നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ മുന്നിലേക്ക് തുപ്പരുത്. ഫഇന്ന അല്ലാഹ ഖിബല വജ്ഹിഹി ഇദാ സല്ല. നിസ്കരിക്കുമ്പോൾ അവൻ്റെ മുൻപിൽ അള്ളാഹു ഉണ്ട്. അവൻ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, നിങ്ങളെവിടെ നിന്ന് നിസ്കരിച്ചാലും മിൻ ഹൈസു ഖറജ്ത ഫവല്ലി, നിങ്ങളെവിടേക്ക് തിരിഞ്ഞാലും ഫസമ്മ വജ്ഹുല്ലാഹ്, അവിടെ അള്ളാഹുവിൻ്റെ മുഖമുണ്ട്. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്. ഇന്നല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വാസിയാണ്, അങ്ങേറ്റം വിശാലതയുള്ളവനാണ്. നിങ്ങൾ എവിടുന്ന് തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിനെ മറികടക്കുക എന്നത്, അവനില്ലാത്തൊരു ദിശയിലേക്ക് നിങ്ങളാവുക എന്നത് സാധ്യമല്ല. അള്ളാഹു നിങ്ങൾക്ക് മുന്നിലുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദിലേക്ക് കയറി വന്നപ്പോൾ അവിടുന്ന് ഇതേപോലെ മസ്ജിദിൽ ഒരാൾ തുപ്പി വച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ബിൽ ഉർജൂൻ, അവിടുന്ന് ഒരു വടി കൊണ്ടത് ചുരണ്ടിക്കളഞ്ഞു. എന്നിട്ട് അവിടുന്ന് സഹാബികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അൻ യുഅ്രിദ അല്ലാഹു അൻഹു, അള്ളാഹു നിങ്ങളുടെ അരികിൽ നിന്ന് തിരിഞ്ഞു കളയണമെന്ന് ആർക്കാണ് ഇതിൽ ആഗ്രഹമുള്ളത്? അള്ളാഹു തിരിഞ്ഞു കളയാൻ ആഗ്രഹിക്കുന്ന ആരാളുള്ളത്? സഹാബികൾ അവർ പറഞ്ഞു, ഫഖശഅന, ഞങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല, ശബ്ദരായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ മുൻപിൽ വിനയം കാണിച്ചു. അവിടുന്ന് 3 തവണ ചോദ്യം ആവർത്തിച്ചു, അള്ളാഹു നിങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയാൻ ആർക്കാണ് ഇഷ്ടമുള്ളത്? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫഇന്ന അഹദക്കും ഇദാ ഖാമ യുസല്ലി ഫഇന്ന അല്ലാഹ തആല ഖിബല വജ്ഹിഹി, നിങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ അള്ളാഹു നിങ്ങളുടെ മുന്നിലുണ്ട്. ഫലാ യബ്സുഖന്ന ഖിബല വജ്ഹിഹി വലാ അൻ യമീനിഹി, അവൻ മുന്നിലേക്ക് തുപ്പാൻ പാടില്ല, വലതുഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല. വലിയബ്സുഖ് അൻ യസാരിഹി, അവൻ ഇടതുഭാഗത്തേക്ക് തുപ്പട്ടെ. തഹ്ത റിജ്ലിഹിൽ യുസ്റ, അവൻ്റെ ഇടത് കാലിൻ്റെ അടിയിൽ. ഫഇൻ അജിലത് ബിഹി ബാദിറത്തുൻ ഫലിയഖുൽ ബിസൗബിഹി ഹാക്കദ, ഒരാൾക്ക് പെട്ടെന്ന് തുമ്മൽ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു. ഇന്നത്തെ കാലത്ത് ടിഷ്യൂ ഉണ്ട്, അന്നത്തെ കാലത്ത് അതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് അവന് വായിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് വന്നാൽ ഫലിയഖുൽ ബിസൗബിഹി ഹാക്കദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസ്ത്രം കൊണ്ട് വായ മൂടിക്കൊണ്ട് കാണിച്ചു കൊടുത്തു, സഹാബി ഇങ്ങനെ ചെയ്യട്ടെ, പുറത്തേക്ക് നേരെ മുന്നിലേക്ക് തുപ്പൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് സഹാബികളോട് ജാഫറാനും മറ്റും കലർത്തുന്ന ഒരു സുഗന്ധം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവിടുന്ന് അത് തൻ്റെ വടി കൊണ്ട് അവിടെ പുരട്ടുകയും വൃത്തിയാക്കുകയും ചെയ്തു. സഹാബികൾ പറഞ്ഞേക്കണം, അതിൽ നിന്നാണ് മസ്ജിദിൽ തീബ് പുരട്ടുക എന്നത് സഹാബികൾ ആരംഭിച്ചത്. മസ്ജിദ് സുഗന്ധം പുരട്ടുക എന്നുള്ളത് അവർ ആരംഭിച്ചത് അതിന് ശേഷമാണ്. 17-ാമത്തെ കാര്യം റഫ്ഉൽ ബസറി ഇല സമാ. 17, 18, 19 19 ലാസ്റ്റത്തെ കാര്യം. റഫ്ഉൽ ബസറി ഇല സമാ, ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തും, നിസ്കാരത്തിൽ മേലേക്ക് നോക്കുക എന്നുള്ളത്. അവിടുന്ന് പറഞ്ഞു, ലയൻ തഹിയന്ന അഖ്വാമുൻ അൻ റഫ്ഇഹിം അബ്സാറഹും ഇൻദ ദുആഇ ഫി സ്വലാത്തി ഇല സമാ. നിസ്കാരത്തിൽ മുകളിലേക്ക് കൈകൾ ഉയർത്തുന്ന ആളുകൾ, മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ആളുകൾ അത് അവസാനിപ്പിക്കുക തന്നെ വേണം. ഔല തുഖ്തഫന്ന അബ്സാറുഹും, അതല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ ചിലപ്പോൾ റാഞ്ചപ്പെട്ടേക്കാം, അവരുടെ കാഴ്ച ചിലപ്പോൾ അള്ളാഹു എടുത്ത് കളഞ്ഞേക്കാം. നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കരുത്, നിസ്കാരത്തിൽ താഴത്തേക്ക് നോക്കുക. അതാണ് താഴ്മയുടെ അടയാളം, വിനയത്തിൻ്റെ അടയാളം. നിസ്കാരത്തിലല്ലാത്ത സമയങ്ങളിൽ ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയിൽപ്പെട്ടതായിരുന്നു. അവിടുന്ന് ധാരാളമായി ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്താറുണ്ടായിരുന്നു.
നിസ്കാരത്തിൽ ആകാശത്തേക്ക് കണ്ണുകലർത്തുക എന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നിസ്കാരത്തിലെ മക്റൂഹായ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ കൂടുതൽ അറിവ് നേടാനും അത് ജീവിതത്തിൽ അമലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ذنوبنا يا أرحم الراحمين. اللهم إنا ظلمنا ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لنا مغفرة من عندك إنك أنت الغفور الرحيم. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.